അങ്ങനെ കാത്തു കാത്ത് നാട്ടിൽ പോകാനുള്ള ദിവസമായി. 11 മണിക്കാണ് ഫ്ലൈറ്റ്. 8 മണിയാകുമ്പോൾ എയർപോർട്ടിൽ എത്തണം. അതുകൊണ്ട് 6 മണിയായപ്പോൾ എഴുന്നേക്കും. അല്ലെങ്കിലും പണ്ട് തൊട്ടേ സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകുമ്പോഴോ എവിടെയെങ്കിലൊക്കെ ട്രിപ്പ് പോകുമ്പോഴോ രാവിലെ എഴുന്നേക്കാനായിട്ട് പ്രത്യേകിച്ച് അലാം വെക്കേണ്ട ആവശ്യമില്ല. ഒരു ചൂട് ക്യാപിച്ചിനോയും വാങ്ങി എയർപോർട്ടിലേക്കുള്ള ഐസി എടുത്തു. ഞാനിവിടെ വന്നിട്ട് 3 വർഷമായി. ഇതുവരെ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിലെ ടെർമിനൽ 2ന്റെ പണി കഴിഞ്ഞിട്ട് ഇപ്പോഴും ഷട്ടിൽ സർവീസ് തന്നെ. ഇവിടെ നിന്ന് അങ്ങോട്ട് ബാഗേജ് കയറ്റി വിടുന്നവരെ നെഞ്ചിലൊരു ആളലാണ്. ഇത്ര നാൾ ട്രാവൽ ചെയ്തിട്ട് എനിക്ക് ബാഗേജിന്റെ ഒരു ഇഷ്യൂ വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം ഒരു 2 kg എക്സ്ട്രാ ആയിരുന്നു. അതൊക്കെ സോൾവ് ചെയ്തു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ഫസ്റ്റ് മീൽ വന്നിട്ട് ഒരു റൈസ് വിത്ത് ചിക്കൻ ആയിരുന്നു. അത് കഴിച്ചതോടെ ഇനി ഒരു 2 ദിവസത്തേക്ക് ഫുഡിനോടേ വെറുപ്പായി പോയി. അങ്ങനെ ഫ്ലൈറ്റ് അബുദാബി ലാൻഡ് ചെയ്തു. 7 മണിക്കൂറാണ് ലേ ഓവർ. ഈ 7 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുമല്ലേ? അങ്ങനെ നോക്കുമ്പോഴാണ് ദേ പേളി മാണിയുടെ ഫാമിലി വന്ന് ലാൻഡ് ചെയ്യുന്നത്. അങ്ങനെ കുറെ നേരം അവരെ നോക്കി സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ വീണ്ടും ഒരു 4 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ എന്റെ സ്വന്തം നാട്ടിലെത്തി. നാട്ടിലെ ചൂട് എന്ന് എല്ലാരും പറഞ്ഞ് കേട്ടതേ ഉള്ളൂ. ഈ ഒരു ചൂടത്ത് കരിക്ക് വെള്ളം പോയിട്ട് എന്ത് കുടിച്ചാലും യാതൊരു കാര്യം.